ഈ വെള്ളരിച്ചെടിയുടെ കൂമ്പ് നുള്ളി കളഞ്ഞ് എന്തിനാണെന്ന് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നല്ല ഒരു ഉശിരൻ പാർശ്വശിഖരം ഉണ്ടായിട്ടുണ്ട്, സൈഡിൽ നിന്നൊരു ബ്രാഞ്ച് ഉണ്ടായിന്ന് അർത്ഥം. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നല്ലോ, ഇത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഇതിന് അത് മൾച്ചിങ് ചെയ്തിരിക്കണുണ്ടില്ലേ, കുറേ ഇലകളൊക്കെ അതിൻ്റെ അടിയിലിട്ടിട്ട് അതിന് തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പൂടാൻ വേണ്ടിയുള്ള സൂത്രങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വായിച്ച കാര്യങ്ങളായി പരീക്ഷിക്കണേ. അപ്പോൾ അന്ന് വായിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ കൂമ്പിലേക്കാട്ടും കൂടുതൽ പാർശ്വ ശിഖരങ്ങളിലാണത്രേ കായുള്ള പൂക്കൾ, അതായത് പെൺപൂക്കൾ ഉണ്ടാവാൻ സാധ്യത. ഞാൻ നേരത്തെ ആ മെയിൻ ശിഖരത്തിൽ കൂമ്പിൽ താഴെയായിട്ട് 1-2 പൂക്കളുണ്ടായിരുന്നു, അത് ആൺപൂക്കളായിരുന്നു. പക്ഷെ എല്ലാ ചെടികൾക്കും മിക്കവാറും അങ്ങനെ തന്നെയാണ്, തുടക്കത്തിൽ ആൺപൂക്കളാണ് ഉണ്ടാവുക. പക്ഷെ ഇതിൽ 2 പൂക്കൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പാർശ്വശിഖരത്തിലും കാണുന്നത് ആൺപൂക്കളുള്ള പോലെ തോന്നുന്നുണ്ട് മൊട്ടുകൾ കണ്ടിട്ട്, പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ ഇനി പെൺപൂക്കൾ ഉണ്ടാവുമെന്നും അതിൽ വെള്ളരിക്ക ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. കഴിഞ്ഞ തവണ കുറേ ചെടികൾ നട്ടിട്ട് കുറേ പൂക്കളുണ്ടായി, ആൺപൂക്കളും പെൺപൂക്കളൊക്കെ ഉണ്ടായി, പക്ഷേ വെള്ളരിക്കൊന്നും ഉണ്ടായില്ല. പിന്നെ അന്ന് കൃത്രിമ പരാഗണം ചെയ്തു കൊടുത്തിട്ടില്ല. ഇത്തവണ പെൺപൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ കായുള്ള പൂക്കൾ, അതായത് കായുള്ള പൂക്കൾക്ക് പൂവിൻ്റെ കടക്കിലൊരു കായ പോലെ ചെറിയ വെള്ളരിക്ക പോലെ കാണും. അപ്പോൾ അങ്ങനെ കണ്ടാൽ മറ്റേ പൂവ് മുറിച്ചെടുത്തിട്ട് ഇതിൽ ഉരസി കൊടുത്താൽ ചിലപ്പോൾ സാധ്യത കൂടുതലുള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമാണെന്നുള്ള കാരണം, ഇതിപ്പോൾ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ വളരുന്ന ചെടിയല്ലേ, അതിനാവശ്യത്തിന് പോഷകങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതിപ്പോൾ നമ്മൾ കൃത്രിമ പരാഗണം മാത്രം ചെയ്ത് കൊടുത്തുകൊണ്ട് ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷെ എന്തായാലും ചെടിക്ക് നല്ല ഉഷാറുണ്ട്, ഈ പാർശ്വശിഖരം നല്ല ഉശിരിൽ വരുന്നുണ്ട്.